ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആലോകിൻ്റെ കൂടെ പോകാനായിട്ട് ആലോക് പറഞ്ഞ പ്രകാരം നമ്മുടെ അനുശ്രീ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കുക. അപ്പോൾ ഗോമതി അവൾ ഒരുങ്ങി വരുന്ന കാണുമ്പം ചോദിക്കും, നീ ഇതെങ്ങോട്ടാ? അതമ്മേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് പോകണമെന്ന്? നിന്റെ പറയുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ എനിക്കിതിന് അത്ര വിശ്വാസമൊന്നും പോരാ. ഓരോ കള്ളങ്ങളും പറഞ്ഞ് നീ മുങ്ങാൻ പോകുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, എനിക്കിപ്പോൾ ഒരു കള്ളത്തരങ്ങളും ഇല്ല എന്നിങ്ങനെ പറയൂട്ടോ. എനിക്കിതുവരെ ഇത് വിശ്വാസം വന്നിട്ടില്ല. നീ ആ ആലോകുമായിട്ടാണോ വീണ്ടും ബന്ധമുണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അമ്മേ, ആലോക് എനിക്ക് ഫ്രണ്ട് മാത്രമാണ്. അമ്മയോട് ഞാനത് എത്ര വട്ടം പറഞ്ഞു. ഇപ്പം ഞാൻ ആലോകിനെ കാണാനൊന്നും അല്ല പോകുന്നത്. എൻ്റെ ഒരു ആവശ്യത്തിന് പോലും എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ശരി ശരി, ഞാൻ നിന്നെ വിശ്വസിച്ചില്ല എന്ന് നീ പറയണ്ട എന്നും പറഞ്ഞാൽ ഗോമതി അനുവാദം കൊടുക്കുക. അനുശ്രീ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടല്ലോ എന്നും കരുതി അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണേ. അതേസമയം ഇത്രയും അതും ദേവിയും കൂടി വന്ന് ചോദിക്കും, അമ്മ അവളിത് എങ്ങോട്ടാ പോയേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, അവളെന്തോ കോളേജിലെ കാര്യത്തിനായിട്ട് പോയതാ എന്ന് പറയും കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാക്കാത്തി അതിലൂടെ വരുന്നത്. അപ്പോൾ കാക്കാത്തി വന്നിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വിളിക്കും. അപ്പോൾ വിളിക്കുമ്പം ഗോമതി ഇറങ്ങി ചെല്ലും. കൂടെ മിത്രയും ദേവിയും കൂടി ചെല്ലും കേട്ടോ. അതേ അമ്മേ, ഒരു കാക്കാത്തിയാ, ഈ രാശിയൊക്കെ പറയുന്ന ആളാ, നമുക്കും ഒന്ന് പോയി നോക്കിയാലോ എന്ന് ദേവി ഇങ്ങനെ പറയും. അപ്പോൾ ഗോമതി പറയും, അത് നല്ല കാര്യമാണ്. നമ്മളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് കാക്കാത്തിനെ വിളിച്ച് അടുത്തിരുത്തു കേട്ടോ. കാക്കാത്തയുടെ കയ്യിൽ കുറച്ച് ചീട്ടുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരെണ്ണം പ്രാർത്ഥിച്ചിട്ടെടുക്കാൻ ഗോമതിയോട് പറയേ. അപ്പോൾ ഗോമതിയാണെ പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്നൊരു ചീട്ടെടുക്കും. രാവണൻ്റെ ഫോട്ടോയാണ് കിട്ടുന്നത്. അപ്പോൾ കാക്കാത്തി പറയും, അയ്യോ, രാവണൻ്റെ ഫോട്ടോയാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന മിത്ര ചോദിക്കും, അതെന്താ രാവണൻ്റെ ഫോട്ടോ കിട്ടിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോൾ പറയും, രാവണൻ്റെ ഫോട്ടോ കിട്ടിയാൽ എന്തോ ഒരു അനർത്ഥം വരാനുണ്ടെന്നാ അതിനർത്ഥം എന്ന് പറയും. ഈ കുടുംബത്തിന് മീതെ എന്തോ ഒരു അനർത്ഥമുണ്ട് എന്ന് പറയും കേട്ടോ. അത് കേൾക്കുന്ന ഗോമതി ഞെട്ടിത്തരിച്ച് നിൽക്കുക. അനർത്ഥമോ? ഈ കുടുംബത്തിന് മേലെയോ? എന്തൊക്കെയാ ഈ പറയുന്നേ? എന്തോ ഒരു ദോഷം ഇവിടെ സംഭവിക്കാനിരിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാ ഇങ്ങനെ ഒരു ചീട്ടെടുത്തിരിക്കുന്നത്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം ഈ സമയത്തുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക എന്നൊക്കെ കാക്കാത്തി പറയൂ കേട്ടോ. അപ്പോൾ ഗോമതി പെട്ടെന്ന് ഒരുപാട് അങ്ങ് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ മിത്ര പറയും, അപ്പച്ചി അതൊന്നും സാരമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, ശരിക്കും ഇങ്ങനെയൊന്നും നടക്കത്തില്ലെന്നേ. അപ്പച്ചി ചുമ്മാ ടെൻഷൻ അടിക്കാതെ എന്ന് പറയാം. ഏയ് ഇല്ലില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല വിശ്വാസമാണ്. എന്തോ അനർത്ഥം ഈ കുടുംബത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയൂട്ടോ. അല്ലാതെ അവരൊരിക്കലും അങ്ങനെ പറയില്ല. ദേ പോയി അപ്പച്ചിക്ക് ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? ഇവിടെ ഒരു അനർത്ഥവും വരാനില്ല. എന്തായാലും ഇവർക്ക് കാശ് കൊടുത്ത് നമുക്ക് വിടാം എന്നും പറഞ്ഞിട്ട് പൈസ കൊടുത്ത് കാക്കാത്തിനെ വിടുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോഴും കാക്കാത്തി പറയും, ഈ കുടുംബത്തിന് മീതെ എന്തോ ഒരു ദോഷമുണ്ട്, നിങ്ങളെല്ലാവരും കരുതി തന്നെ ഇരിക്കണം എന്ന് പറയാം. ഇതേക്കുന്ന ഗോമതിക്ക് ആകെ ടെൻഷൻ അടിക്കാം. അപ്പം ദേവിക്കും ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പം മിത്ര പറയും, ദേ നിങ്ങൾ രണ്ടുപേരും അവർ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? അവരൊക്കെ കാശിന് വേണ്ടി അങ്ങനെ പലതും പറയും. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കുടുംബത്തിൽ ഇപ്പം എന്ത് ദോഷം ഉണ്ടാവാനാ? ഇനി ഉണ്ടായാൽ തന്നെ ചിലപ്പം കൊച്ചച്ഛൻ്റെ കല്യാണക്കാരുമായിരിക്കും. സുകന്യേച്ചി ഒരിക്കലും കൊച്ചച്ഛന് പറ്റിയൊരു ഇണയല്ല. അതിൻ്റെ പ്രശ്നങ്ങൾ ഈ വീട്ടിലിപ്പോൾ ഉണ്ടാകുന്നുണ്ടല്ലോ, അതായിരിക്കും കാക്കാത്തി ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. വെറുതെ അമ്മ ടെൻഷൻ അടിക്കാൻ ഇരിക്കല്ലേ എന്നും പറഞ്ഞ് അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോവാണേ. പക്ഷെ ഈ കാര്യം കേൾക്കുന്ന ഗോമതിയൊക്കെ ഒട്ടും സമാധാനം മനസ്സിന് കിട്ടുന്നില്ല. അടുക്കളയിലൊക്കെ പോയിട്ട് പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം തന്നെയാണ് നമ്മുടെ സുകന്യനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുപോയി ധർമ്മ വിടുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ ഗോമതി ഇറങ്ങി ചെല്ലും. എന്നിട്ട് ചോദിക്കും, എന്തു പറ്റിയിടാ, സുകന്യക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ധർമ്മം പറയും, എൻ്റെ പൊന്നു ചേച്ചി, ഇവക്കെ ഫുഡ് പോയ്സണിങ്ങാ. അത് ഞങ്ങൾക്കറിയാലോ എന്നപ്പം മിത്ര പറയും, അല്ല ചേച്ചിയോട് ആരാ പറഞ്ഞത് ഇടയ്ക്ക് വെച്ചിരുന്ന ലേഹ്യം എടുത്ത് കഴിക്കാൻ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്ന് മിത്ര ചോദിക്കും. അപ്പോൾ ധർമ്മം ചോദിക്കും, ദേവിക്ക് വെച്ചിരുന്ന ലേഹ്യം എടുത്ത് വിളി കഴിച്ചോ? അങ്ങനെയാണോ ഫുഡ് പോയ്സണിങ് വന്നത്? അപ്പോൾ കൊച്ചച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല, അവിടെ ചെന്ന് ഡോക്ടർ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞു, എന്തോ ശരീരത്തിന് പിടിക്കാത്ത കഴിച്ചു എന്നും പറഞ്ഞു. അതാ കാര്യം എന്നാ പറഞ്ഞത്. അല്ലാതെ എന്താ ഏതാണെന്നൊന്നും ഇവൾ ഇതുവരെ എന്നോട് ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് പറയാണ്. എന്നാൽ കൊച്ചച്ഛൻ കേട്ടോ, ദേവി അടുത്തേക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന ലേഹ്യം എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് കഴിച്ചതാ സുകന്യ ചേച്ചി. അങ്ങനെയാ ചേച്ചിക്ക് വയറിന് അസുഖം വന്നത് എന്ന് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ദേവി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഈശ്വര, എൻ്റെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാവുമോ? ചേച്ചിക്കിപ്പോൾ ഒരു അബദ്ധം വന്നിട്ടില്ല, ഭാഗ്യം എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ദേവി പറയാം.
ലേഹ്യം കഴിച്ചപ്പം ഇങ്ങനെ വയറുവേദന വരിക. അപ്പത്തിന് സുഖം ആ ലേഹ്യം കഴിച്ചപ്പോൾ തൊട്ടാ എനിക്ക് പ്രശ്നമായത് എന്ന് പറയൂട്ടോ. അത് കേട്ടില്ല മിത്ര പറയും, ചേച്ചിയോട് ആരാ പറഞ്ഞ ഗർഭിണികൾക്ക് കഴിക്കാനുള്ള ലേഹ്യമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് സ്വയം വരുത്തിക്കൂട്ടി വെച്ചതല്ലേ. അപ്പം ഗോമതി വന്നിട്ട് പറയും, മിത്ര നീ മിണ്ടാതിരുന്നേ, ഇപ്പോഴാണോ ഇങ്ങനെ ഒരാളോട് പറയുന്നേ? അല്ല മോളെ, ചിലപ്പം ലേഹ്യം ഗർഭിണികൾക്കുള്ള ലേഹ്യമല്ലേ, അത് മോളെടുത്ത് കഴിച്ചതുകൊണ്ടായിരിക്കും. മോള് ഗർഭിണിയല്ലല്ലോ, അതുകൊണ്ടായിരിക്കും വയറ്റി പിടിക്കാതെ വന്നത്. അതുമല്ല, ഇന്ത്യയിലുള്ള പച്ചമരുന്നുകളൊന്നും അല്ലല്ലോ, അങ്ങ് പുറത്തുനിന്ന് വരുത്തിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഉദയഭാനു സാറ് പറഞ്ഞായിരുന്നല്ലോ, ഗർഭിണികൾ മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളെന്ന്. ഗർഭിണിയല്ലാത്ത മോള് കഴിച്ചതുകൊണ്ടാവാം മോൾക്ക് വയറ് അപ്സെറ്റായത്. ദേവി മോൾ ഇത് കഴിച്ചിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഗോമതി പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് ആശ്വാസമാവുക. അച്ഛനെ ആരും അവിശ്വസിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പം തന്നെ അന്നേരം നമ്മുടെ ധർമ്മം ചോദിക്കും, അല്ല സൂനെ, നിനക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു? അവൾക്ക് വെച്ചിരുന്ന ലേഹ്യം എടുത്ത് കഴിക്കാൻ, അതുകൊണ്ടല്ലേ ഇപ്പോൾ ആശുപത്രി കയറി ഇറങ്ങേണ്ടി വന്നത് എന്ന് ചോദിക്കുക. എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട, എനിക്കറിയാവോ അത് ദേവിക്കുള്ള ലേഹ്യമാണെന്ന്. ഇവിടെ ടേബിളിൽ ഇരിക്കുന്ന കണ്ടപ്പം കഴിക്കാനുള്ള എന്തോ സാധനമെന്ന് ഞാൻ കരുതി. കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചിയുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് കഴിച്ചു. അല്ലാതെ അത് ലേഹ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല ഞാനെടുത്ത് കഴിച്ചത് എന്ന് പറയാണ്. എന്തായാലും ഇപ്പം ആശുപത്രി കയറി ഇറങ്ങിയപ്പം നിനക്ക് മതിയായല്ലോ എന്ന് പറയാണ്. ഞാൻ അറിഞ്ഞോ ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്നും പറഞ്ഞ് സുകന്യ അങ്ങോട്ട് കയറി പോവാണ്. അപ്പം മിത്ര പറയും, ഇത്രയൊക്കെ ആയിട്ടും സുകന്യച്ചിയുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല അപ്പച്ചി എന്ന് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞു മിത്രേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന്, എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാം. ദേവിക്ക് ഞാൻ വേറെ ലേഹ്യം ഉണ്ടാക്കി കൊടുത്തോളാം, അപ്പം പ്രശ്നം അവിടെ തീർന്നല്ലോ, നീ ഇനി അതിനെപ്പറ്റി കുത്തി ചോദിക്കാനൊന്നും നിൽക്കണ്ട, ഒരു കാര്യമില്ല എന്ന് ഗോമതി മിത്രയോട് പറയും. ശരി, ഞാനൊന്നും പറയുന്നില്ല എന്നങ്ങനെ മിത്രയും പറയും കേട്ടോ. അതേസമയം ആര്യൻ ഇങ്ങനെ ലോഡുമായിട്ട് പോകുന്ന വഴിക്കാണ് ആലോക് ഒരു പെൺകുട്ടിയും ബൈക്ക് വെച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത്. അപ്പം അനുശ്രീയാണ് ആ ബൈക്കിലുള്ളതെന്ന് നമ്മുടെ ആര്യന് മനസ്സിലാവത്തില്ല. കാരണം അനുശ്രീ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവനേതാ ഈ പെൺകുട്ടിയുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നത്? ഇതാരാ ഇവള്? ഇവൻ്റെ വലയിൽപ്പെടുത്തിയതായിരിക്കും. എന്തായാലും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കില്ല ആ പെണ്ണിനെ കൊണ്ട് പോകുന്നത്. ആലോകല്ലേ ആള് എന്നൊക്കെ ആര്യൻ ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. എന്നിട്ട് അവർ നമ്മുടെ ആര്യൻ്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തങ്ങ് കടന്നങ്ങ് പോവാണ് കേട്ടോ. അപ്പം കുറച്ച് ആര്യനങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അനുശ്രീനെയും ആലോകിനെയും കൂടി ആൾക്കാർ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പം ആലോകം പതിയെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. അന്നാലും ഇതെന്നാ ഇവിടെ എന്താ പ്രശ്നം എന്നിങ്ങനെ അടുത്ത് നിന്ന് ആളോട് ചോദിക്കും. അപ്പോൾ പറയും, സ്പീഡിൽ വന്നിട്ട് ഒരാളെ ഇടിക്കാൻ നോക്കി, അതുകൊണ്ട് ആൾക്കാർ കൂടിയതാ എന്നൊക്കെ അവിടെ നിന്നൊരു പറഞ്ഞു കേട്ടോ. അല്ല, ചേട്ടന് അറിയാവുന്ന ആളാണോ എന്ന് അടുത്ത് നിന്ന് ആൾ ചോദിക്കും. അറിയില്ല, കണ്ടപ്പോൾ എന്താ സംഭവം എന്നറിയാനാ. കണ്ടില്ലേ, ഏതോ നല്ല വീട്ടിലെ പെങ്കൊച്ച, അതിനെ വിളിച്ചോണ്ട് ഇവരൊക്കെ കറങ്ങാനായിട്ട് നടന്നതാ. എന്നിട്ട് കണ്ണും മൂക്കും കാണാതെ വണ്ടി ഓടിച്ച് വഴി കൂടെ പോകുന്നവരെയാ കൊല്ലാൻ നോക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നതാ. ആ പെങ്കൊച്ചൊരു പാവമാണെന്ന് തോന്നും, അവനെ പിടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പോകാനായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ആലോക് അങ്ങോട്ട് ചെന്ന് ഇത് ആരാ എന്താന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അനുശ്രീയാണെന്നുള്ള കാര്യമൊന്നും ആലോകിന് മനസ്സിലാവുന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.